നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലിനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാലവർഷക്കാറ്റ് ശക്തമായിരിക്കുകയാണ്. കർണാടകയ്ക്കും ഗോവയ്ക്കും മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ ആരംഭിച്ച മഴ സംസ്ഥാനത്താകെ വെള്ളിയാഴ്ച വരെ ശക്തമായി തുടരുമെന്നാണ് മുന്നറിയിപ്പിലുള്ളത്. മധ്യ തെക്കൻ ജില്ലകളിലാണ് കാലവർഷക്കാറ്റിന്റെ സ്വാധീനം കൂടുതലുള്ളത്. ചക്രവാത ചുഴിയാണ് വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാക്കുന്നത്. തെക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിലും മഴ ശക്തമാകും. തീരദേശത്ത് മഴ കുറവായിരിക്കും. സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ ഈ ആഴ്ച ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അടുത്ത ആഴ്ചയും ശരാശരി മഴ ലഭിക്കും. തെക്കൻ ജില്ലകളിൽ മഴ ശക്തമാകും. പുറമെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിൽ ഉള്ളവർ അതീവ ജാഗ്രത പാലിക്കണം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നതിനാൽ ഇവിടെ മലയോര മേഖലകളിൽ ലഘു മേഘവിസ്ഫോടനത്തിന് സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതുമൂലം മിന്നൽ, പ്രളയം, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയുണ്ടായേക്കാം. അതുപോലെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. ഇവിടങ്ങളിൽ മഴ ശക്തമാകും. ഇടുക്കി, മലപ്പുറം, മലയോര മേഖലകളിലും ശക്തമായ മഴ പെയ്യുമെന്നാണ് പറയുന്നത്. കേരള, തമിഴ്നാട് തീരങ്ങളിൽ 2 ദിവസം കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് രൂക്ഷമായ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശക്തമായ കാറ്റാണ് കള്ളക്കടൽ അഥവാ സ്വെൽ വേവ്സ് പ്രതിഭാസത്തിന് കാരണം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതുകൊണ്ട് പ്രത്യേകം ജാഗ്രത പാലിക്കണം. അപകട മേഖലകളിൽ നിന്ന് മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിതമായി കെട്ടിയിടണം. ബീച്ച്, കടൽ വിനോദങ്ങൾ എന്നിവ ഒഴിവാക്കണം. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന തിരമാല ജാഗ്രത നിർദ്ദേശം കൂടിയുണ്ട്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.